എൻ്റെ പേര് ഷിജു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉത്തരീയം ധരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഉത്തരീയം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പെട്ടെന്നൊന്നും എടുക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമ്പോഴൊക്കെ വെഞ്ചരിച്ച് ധരിക്കും. 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഉത്തരീയ ഭക്തി എന്നുള്ളൊരു പുസ്തകം ഇവിടെ നമ്മുടെ സ്റ്റാളിൽ നിന്ന് കിട്ടി. ഞാൻ കോടഞ്ചേരി സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ 600 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഉത്തരീയ ഭക്തി എന്നുള്ള പുസ്തകം കൊണ്ടുപോയി അതിനൊരു വീഡിയോ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി പള്ളിയിൽ പ്രൊജക്ടർ വെച്ചിട്ട് നമ്മളത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ കർമ്മല മാതാവിനെ കുറിച്ചും ഉത്തരീയത്തെക്കുറിച്ചുള്ള ഉത്തരീയം പ്രചരിപ്പിക്കുന്ന ഒരു പ്രേക്ഷിത വേലയാണ് കേട്ടോ. അത് അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങളിലൊന്നാണ് ഉത്തരീയം പ്രചരിപ്പിക്കുന്നത് ഒരു പ്രേക്ഷിത വേലയാണ്. അതുകൊണ്ട് ഈ ഹെഡ് മാസ്റ്റർ ചെയ്തത് എന്തൊരു വലിയ കാര്യം. അങ്ങനെ എല്ലാ മാഷന്മാരൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര പേര് ഇതിനെപ്പറ്റി അറിയുമായിരുന്നു, രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ ഈ പള്ളിയിൽ വെച്ച് വെഞ്ചരിച്ച ഉത്തരീയം ഏൽപ്പിക്കൽ ശുശ്രൂഷ എന്ന അച്ഛന്മാർ തന്നെ കുട്ടികളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയും കുട്ടികളത് ധരിച്ചു വരികയും ചെയ്യായിരുന്നു. അപ്പോൾ ഈ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ഉത്തരീയം കഴുത്തിൽ നിന്ന് വരാറില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഈ ജൂൺ 21-ാം തീയതി കർണാടകത്തിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ കൂടെ 2 സഹപ്രവർത്തകരുണ്ടായിരുന്നു. ആ വണ്ടി ഓടിച്ചിരുന്ന സഹപ്രവർത്തനായിട്ടുള്ള അധ്യാപകൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന്. അപ്പോൾ റോട്ടിൽ നിന്ന് ഈ വണ്ടി തെന്നി താഴേക്ക് പോയി ഒരു 7 അടി താഴ്ചയിൽ ഒരു മരത്തിലിടിച്ച് നിന്നു. ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. ആ ഫ്രണ്ടിലിരുന്ന 2 പേർക്കും എയർ ബാഗ് എല്ലാം വന്നതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഞാൻ പക്ഷേ ബാക്കിലായിരുന്നു. ഞാൻ പുറകത്തെ സീറ്റിൽ നിന്ന് വന്ന് ഇടിച്ചിട്ട് ഫ്രണ്ടത്തെ സീറ്റ് അങ്ങനെ തന്നെ വളഞ്ഞു പോയി. അപ്പോൾ വണ്ടിയുടെ ഡോറും തുറക്കത്തില്ല. അങ്ങനെ പക്ഷേ യാതൊരു ഫ്രാക്ചറോ വൂൺസോ ഒന്നും വന്നിട്ടില്ല. വളരെ കംഫർട്ടബിളായിട്ട് ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു കോൺഷ്യസ് ആയി വരുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ നല്ലൊരു കൈയ്യടി കൊടുത്തേക്കണ്ടോ. ഇത് ഇന്നിപ്പോൾ കണ്ടില്ലേ, അച്ഛൻ്റെ ഒരു മെസ്സേജ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈശോ മെസ്സേജ് പറഞ്ഞ് ഏൽപ്പിച്ച് നിർത്തിയതാണ്. ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഈ ചേട്ടന് ഈ മാഷ് കയറി വരിക കണ്ടോ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായല്ലോ, ഇത്രയും വലിയ മാതാവിൻ്റെ സംരക്ഷണമാണ് അദ്ദേഹത്തിന് ആ വാഹനത്തിൽ വെച്ച് കിട്ടിയത്. അത് എന്തേ സാക്ഷ്യം പറയാത്തതെന്ന് ഈശോ ചോദിക്കുക. അദ്ദേഹം സാക്ഷ്യം പറയാതെ അവർ ഇരുന്നപ്പോൾ ഈശോ പറയുക അത് കയറി സാക്ഷ്യം പറയാനായിട്ട്. ആ വണ്ടിയുടെ റിപ്പയറിങ്ങിന് 4,02,000 രൂപ റിപ്പയറിങ്ങിന് മാത്രമായി. നല്ലൊരു കൈയ്യടി കൊടുക്കുക.